ഇന്നത്തെ ടെലിവിഷനിലെ വാർത്തകളൊക്കെ ഒരു 15 വയസ്സുള്ള പെൺകുട്ടി 40 വയസ്സുള്ള അടുത്തുള്ള ഒരാളുമായി ആത്മഹത്യ ചെയ്ത് കിടക്കുന്നതിനെക്കുറിച്ചുള്ളതാണ്. മുതൽ എല്ലാ ചാനലുകളും അതുതന്നെയാണ് ചെയ്യുന്നത്. ആളുകൾ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ കുട്ടികൾക്കൊക്കെ എന്തു പറ്റി? പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മാതാപിതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ്. കുട്ടികളും മാതാപിതാക്കളുമായിട്ട് ഒരു ആശയവിനിമയമില്ല. കുട്ടികളുടെ പ്രശ്നങ്ങൾ അവരുടെ മനസ്സിലിരിക്കുന്ന എന്താണെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല. തീർച്ചയായിട്ടും മാതാപിതാക്കൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ തങ്ങളുടെ ഒരു 10-15 വയസ്സുള്ള ഒരു പെൺകുട്ടിയല്ലേ, അതിൻ്റെ പ്രശ്നം എന്താണ്, ആരുമായിട്ട് സഹവാസം, ഇതൊക്കെ ഒരു പക്ഷേ അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന്. മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നതിന്, മക്കൾക്ക് വേണ്ടി സമ്പാദിക്കുന്നതിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അവരോട് സംസാരിക്കാനോ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി. അതുകൊണ്ട് തീർച്ചയായിട്ടും പോയ കുട്ടികളെക്കുറിച്ചല്ല, മറ്റു മാതാപിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരു ദിവസം ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങളുടെ കുട്ടികളോടുകൂടി സംസാരിക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക, അവരുമായിട്ട് സ്നേഹത്തിൽ ഇടപെടുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അവർ തന്നെയല്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടാകുക, അവരുടെ ചിന്താഗതികൾ മനസ്സിലാക്കുക. ഇതൊക്കെ ചെയ്താൽ അവരെ എന്ത് പ്രശ്നം, നന്മയായാലും മോശമായ പ്രശ്നം വന്നാലും ഞങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ അവരുടെ കൂടെയുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ അവരുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും നിങ്ങളോട് പങ്കുവയ്ക്കും. അങ്ങനെ പങ്കുവയ്ക്കാൻ മാതാപിതാക്കൾ മുൻകൈ എടുക്കണം. ഇല്ലെങ്കിൽ ഇനിയും കുട്ടികൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ ഇടവരും എന്നാണ് എനിക്ക് പറയാനുള്ളത്.